നമസ്കാരം. മഴക്കാലമെത്തി മലയാളിയെ കാത്തിരിക്കുന്നത് മഹാമാരികൾ. മെയ് 16 നമ്മൾ ദേശീയ ഡെങ്കിപ്പനി ദിനം ആചരിക്കുന്നു. രാജ്യത്ത് ഡെങ്കിപ്പനി ബാധയും മരണവും ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് എന്ന സത്യം നമ്മൾ ഇനിയും മറച്ചുവെക്കരുത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഈ വർഷം ഡെങ്കു വ്യാപനത്തിൽ ആശ്വാസമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പക്ഷേ കേരളം. എന്നാൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിലെ വീഴ്ചയും വരാനിരിക്കുന്ന മഴയുടെ തോതും ഇതൊക്കെ അട്ടിമറിക്കുമോ എന്ന ആശങ്കയിലാണ് ജനം. കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെ ഡെങ്കിപ്പനി ബാധിച്ച് 39 പേർ മരിച്ചു. ഡെങ്കിപ്പനി ഉൾപ്പെടാതെ ഉള്ള കണക്കാണിത്. ഈ വർഷം ഏപ്രിൽ വരെ 8 മരണം നടന്നു. കഴിഞ്ഞ വർഷം ഏപ്രിൽ വരെ 4647 പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ചപ്പോൾ ഈ കാലയളവിൽ രോഗം ബാധിച്ചത് 1795 പേർക്കാണ്. ഡെങ്കി സംശയിക്കുന്നവർ ഉൾപ്പെടെ 2023 60,000-ലേറെ പേർക്കാണ് രോഗം ബാധിക്കുകയും 173 പേർ മരിക്കുകയും ചെയ്തു. 2024 രോഗം ബാധിച്ചത് 70,000-ലധികം പേർക്കാണ്. 143 പേർ അന്ന് മരണപ്പെടുകയും ചെയ്തു. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഡെങ്കിപ്പനി കണക്കുകളിൽ കേരളം ബഹുദൂരം മുന്നിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാലാവസ്ഥയും കൊതുക് പെരുകുവാൻ സാധ്യതയുള്ള സാഹചര്യവുമാണ് പ്രധാന കാരണങ്ങളെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഡെങ്കിപ്പനിയിൽ നിന്ന് അകലം പാലിക്കുവാൻ കൊതുകിനെ ഒഴിവാക്കുക മാത്രമാണ് ആകെയുള്ള പോംവഴി എന്ന് പറയപ്പെടുന്നത്. ഇത്തവണ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എങ്ങുമെത്തിയിട്ടില്ല. ഇതിനുവേണ്ടി തദ്ദേശ വാർഡിന് 25,000 രൂപ നിരക്കിൽ നൽകുന്നത് വിവിധ കാരണങ്ങളിൽ കുരുങ്ങി അനുവദിച്ചിട്ടുമില്ല. പ്രാദേശികമായി ശുചീകരണത്തിന് നേതൃത്വം നൽകുന്നത് ആശാവർക്കർമാരാണ്. എന്നാൽ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാത്തതിൻ്റെ പേരിൽ പ്രതിഷേധിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇവരാരും തന്നെ രംഗത്തില്ല, അവർ സമരത്തിലാണ്. എന്നാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കി അണുബാധ ലാബ് ടെസ്റ്റുകളിലൂടെ കണ്ടുപിടിക്കുന്നതിന് മതിയായിട്ടുള്ള ടെസ്റ്റ് കിറ്റുകളും മരുന്നുകളും എല്ലാ ജില്ലകളിലും ലഭ്യമാക്കിയിട്ടുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും സംശയം ബാക്കിയാകുന്നു. ഡെങ്കിപ്പനിയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായിട്ട് പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇന്ത്യ മെയ് 16 ദേശീയ ഡെങ്കിപ്പനി ദിനം ആചരിക്കുകയാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളവും കൊതുകുകളുടെ പെരുകൾ വർദ്ധിക്കുന്നതും കാരണം കേസുകൾ പലപ്പോഴും വർദ്ധിക്കുന്നതിനാൽ തന്നെ രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിന് നേരത്തെയുള്ള പ്രതിരോധം, പൊതുജന പങ്കാളിത്തം, സമയബന്ധിതമായ വൈദ്യസഹായം എന്നിവയുടെയൊക്കെ പ്രാധാന്യം എടുത്തു കാണിക്കുകയാണ് സർക്കാർ ഈ ദിവസത്തിൽ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. കാലവർഷം നേരത്തെ എത്തുന്നതോടെ രാജ്യത്തുടനീളമുള്ള എല്ലാ വ്യോമ, കടൽ, കര തുറമുഖങ്ങളിലും വെക്ടർ വഴി പകരുന്ന രോഗങ്ങൾക്കായുള്ള നിരീക്ഷണം വരെ ഇപ്പോൾ ശക്തമാക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം സുഭദ്രം എന്ന് പറയപ്പെടുന്ന മന്ത്രിമാർ കേരളത്തിലും കേന്ദ്രത്തിലും ഉണ്ട് എന്നല്ലാതെ എന്ത് പറയാൻ. എന്നാൽ മരണവും ഡെങ്കിപ്പനി വ്യാപനവും ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നു എന്നല്ലാതെ മറ്റൊരു മാറ്റവും നടന്നിട്ടില്ല. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, സിക്ക, മഞ്ഞപ്പനി തുടങ്ങിയ അണുബാധകളുടെ വ്യാപനം തടയുന്നതിനുള്ള പ്രതിരോധ നിയന്ത്രണ നടപടികളടക്കം ശക്തിപ്പെടുത്തേണ്ടതാണ്. മഴക്കാലത്ത് കൊതുകുകളുടെ പ്രജനനവും വ്യാപനവും വർദ്ധിക്കുന്ന കാലഘട്ടമായതിനാൽ കൊതുകുകളുടെ എണ്ണം വർദ്ധിക്കുമെന്നുള്ള ആശങ്കകൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഉള്ളത്. കൊതുകുകൾ വഴി പകരുന്ന രോഗങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളും മരണങ്ങളും ഇന്ത്യയിൽ ഓരോ വർഷവും ഗണ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് നേരത്തെയുള്ള ഇടപെടലും തയ്യാറെടുപ്പും നിർണായകമാക്കുന്നു, അല്ലെങ്കിൽ നിർണായകമാക്കേണ്ടതാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ നടക്കുന്നില്ല എന്നുള്ളതാണ്. രോഗം ബാധിച്ച ഈഡിസ് കൊതുകിൻ്റെ കടിയേറ്റാൽ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന വൈറസ് പകരാം. ഇത് സാധാരണയായി ചർമ്മത്തിൽ ചുണങ്ങ്, തലവേദന, സന്ധിവേദന, കടുത്ത പനി എന്നിവയ്ക്കൊക്കെ കാരണമാകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആന്തരിക രക്തസ്രാവം മൂലമുണ്ടാകുന്ന ആത്യന്തികമായ കേസുകളിൽ ഡെങ്കിപ്പനി മാരകമാകുവാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഡെങ്കിപ്പനിക്ക് പ്രത്യേക മരുന്നില്ല. രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നതിലാണ് ഡോക്ടർമാർ പലപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കാറുള്ളത്. ഡെങ്കി ഹെമറാജിക് പനി ഏറ്റവും ഗുരുതരമാണ്. കാരണം ഇത് ഷോക്കിനും മരണത്തിനും പോലും കാരണമാകുന്നു എന്നുള്ളതാണ്. പ്രായമായവരും കുട്ടികളും രോഗപ്രതിരോധ ശേഷി ദുർബലമായ മറ്റുള്ളവരുമൊക്കെയാണ് കൂടുതലും ഈ അപകട സാധ്യതയുള്ള രോഗത്തിലേക്കൊക്കെ എത്തപ്പെടുന്നത്. ബക്കറ്റുകൾ, പൂച്ചട്ടികൾ, കൂളറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവയിൽ കാണപ്പെടുന്ന ശുദ്ധവും കെട്ടിക്കിടക്കുന്നതുമായ വെള്ളം ഈഡിസ് കൊതുകുകളുടെ പ്രജനനത്തിന് അനുയോജ്യമാണ് എന്ന് പറയപ്പെടുന്നു. കൂടാതെ പകർച്ചവ്യാധി ആരംഭിക്കുന്നതിന് മുൻപ് പൊതുജനങ്ങളെ അറിയിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ
ഡെങ്കിപ്പനി കേസുകൾ വർദ്ധിക്കുന്നതിനാലാണ് മെയ് മാസം തിരഞ്ഞെടുത്തത്. അതായത് നേരത്തെ മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വർഷങ്ങളായിട്ട് രോഗത്തിൻ്റെ ഭാരം കുറയ്ക്കുന്നതിൽ ഈ ദിവസം നിർണായകമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. രോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന അതിനു വേണ്ടിയിട്ട് ആരോഗ്യ പ്രവർത്തകർ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ, സ്കൂളുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയൊക്കെ സഹകരിക്കേണ്ടതാണ്. രോഗം വേഗത്തിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളെ അനുസ്മരിക്കുന്ന ഒരു ദിനമായിട്ടാണ് ഈ മെയ് 16 ഡെങ്കി ദിനം ആഘോഷിക്കുന്നത്. അതേസമയം ആദ്യം മൺസൂൺ മഴ എത്തുന്ന കേരളത്തിൽ ഡെങ്കി പ്രതിരോധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചോ? ചിന്തിക്കേണ്ടതല്ലേ? മഴക്കാലം മുന്നിൽ കണ്ട ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെ ഇതിനുള്ള ജാഗ്രതാ നിർദ്ദേശം പക്ഷേ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ സീരിയസ് ആയിട്ട് കാണണം. അപ്പോൾ ഇതനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്. സംസ്ഥാനത്ത് ഡെങ്കി രോഗത്തിന് ചികിത്സയും പരിചരണവും ഉറപ്പാക്കാനും സംസ്ഥാനത്ത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങളും സൗകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുമൊക്കെ മന്ത്രി വീണ ജോർജ് അടക്കം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ സ്വകാര്യ ആശുപത്രികളിൽ ഉൾപ്പെടെ കൃത്യമായ പരിചരണം ഉറപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും സംസ്ഥാനത്ത് ഉറപ്പാക്കിയതിലൂടെ ഡെങ്കിപ്പനി ബാധിച്ച് മരണങ്ങൾ പരമാവധി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുവരെ മന്ത്രി പറയുകയാണ്. കഴിഞ്ഞിട്ടുണ്ടോ? കഴിയുമോ? മഴ പോലും വന്നില്ല, ഡെങ്കി പടർന്നു തുടങ്ങിയില്ല. അതിനു മുൻപേ നമ്മുടെ മന്ത്രി പറഞ്ഞു കഴിഞ്ഞു ഡെങ്കിപ്പനി ബാധിച്ച് മരണങ്ങൾ പരമാവധി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന്. പരമാവധി കഴിയുമെന്ന് പ്രത്യാശിക്കൂ. ചില കണക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി റോഷി അഗസ്റ്റൻ അടക്കം പറയാറുണ്ട്. എന്തിനാണ്? എന്നാൽ ഇതൊക്കെ നടന്നിട്ടില്ല എന്നതാണ് വസ്തുത എന്ന് പറയപ്പെടുന്നത്. എന്ത് കണക്കുകളാണ് പറയുന്നത് എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം. ഈ ആമഴഞ്ചാൻ തോടിൻ്റെ റെയിൽവേ ടണൽ വൃത്തിയാക്കി പണി അവസാന ഘട്ടത്തിലേക്കെന്ന് മന്ത്രി പറഞ്ഞു വെക്കുമ്പോൾ, എന്നാലൊരു ചെറിയ മഴ വന്നാൽ തലസ്ഥാനം മുഴുവനും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. പിന്നെ എന്താണ്, എവിടെയാണ് വൃത്തിയാക്കിയത് എന്നുള്ളതാണ് ഈ മന്ത്രി പറയേണ്ടത്. ആമയഴിഞ്ഞാൻ തോട്ടിൽ, അതായത് നമ്മുടെ പഴവങ്ങാടി തോടെന്ന് പറയപ്പെടുന്ന തോട്ടിലുണ്ടല്ലോ, ആ റെയിൽവേ ട്രാക്കിന് അടിയിലെ ടണൽ വൃത്തിയാക്കുന്ന പ്രവൃത്തി പൂർത്തിയാക്കിയതായിട്ടാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കം അറിയിച്ചത്. 63 ലക്ഷം രൂപ മുടക്കി ജലസേചന വകുപ്പ് നടത്തിയ ഡീസിൽറ്റേഷൻ അടക്കമുള്ള പ്രവൃത്തികളാണ് ജലസേചന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചു വരുന്നത് എന്നാണ് മന്ത്രിയുടെ അവകാശവാദം. നഗര വെള്ളപ്പൊക്ക ലഘൂകരണ പദ്ധതിയിൽ നിന്ന് പണം ചിലവാക്കിയാണ് ഈ പ്രവൃത്തിയൊക്കെ നടപ്പിലാക്കുന്നത്. ടണലിനടിയിലെ മാലിന്യം ഏറെക്കുറെ പൂർണ്ണമായിട്ടും നീക്കിയതായൊക്കെ മന്ത്രി പറയുന്നുണ്ട്. എന്നാൽ മഴ വന്നാൽ നഗരം വീണ്ടും വെള്ളപ്പൊക്കത്തിലാകും. ഞാൻ ആദ്യം സൂചിപ്പിച്ചാൽ ഒരു ചെറുമഴയിൽ തീരാവുന്നേ ഉള്ളൂ നമ്മുടെ നഗരം. കൂടാതെ ആമയഴിഞ്ചാൻ തോട്ടിൽ സംരക്ഷണ ഭിത്തി കെട്ടുന്നതിന് 12 കോടി രൂപയുടെ ഭരണാനുമതി നൽകിക്കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ഈ ആനയിറയ്ക്ക് അടുത്ത് നെല്ലിക്കുഴി പാലം മുതൽ താഴേക്കാണ് തകർന്നു കിടക്കുന്ന ഈ സംരക്ഷണ ഭിത്തി. അത് പുനർനിർമ്മിച്ച് ഇരുകരകളും സംരക്ഷിക്കുന്നതിനുള്ള അതിൻ്റെ പ്രവൃത്തികൾക്ക് അനുമതി നൽകുക എന്നാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. മഴ വരാൻ ഇനി അധിക ദിവസം ബാക്കിയില്ല, എന്നിട്ടും പണി ഒരിടവും എത്തിയിട്ടുമില്ല. ഇനി മാലിന്യം തള്ളുന്ന സ്ഥലങ്ങളിൽ വേലി കെട്ടാൻ 5.54 കോടി പഴവങ്ങാടി തോട് സംരക്ഷണത്തിനായിട്ട് വേലി കെട്ടുന്നതിനായിട്ടാണ് ജലസേചന വകുപ്പ് ഈ 5.54 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. തോട്ടിൽ മാലിന്യം തള്ളുന്ന ഭാഗങ്ങളിൽ വേലി കെട്ടി സംരക്ഷിക്കുന്ന പ്രവൃത്തികൾ നടപ്പിലാക്കുന്നതിനാണ് ഈ പദ്ധതി. എന്താ ഈ പദ്ധതി? ഒന്നുമായില്ല. പിന്നെയോ പഴവങ്ങാടി തോടിൽ പനവിള മുതൽ കോൺഫ്ലുവൻ്റ് പോയിന്റ് വരെയുള്ള ഡീസിൽറ്റേഷൻ ക്ലീനിങ് മറ്ററ്റകുറ്റ പ്രവൃത്തികൾക്കുമൊക്കെ 30 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകി. അങ്ങനെ വർഷാവർഷം ചിലവാക്കിക്കളയാൻ കോടികൾ പാഴാക്കുന്ന ഒരു ഉത്സവമായി സർക്കാർ ഇതിനെ ആഘോഷിക്കുകയാണ്. മാലിന്യ നിർമ്മാർജ്ജനം ഇത്രയും വർഷം മാലിന്യമുക്തമാക്കാൻ വേണ്ടി ചിലവഴിച്ചു എന്ന് പറയപ്പെടുന്ന കോടാനുകോടികൾ കൊണ്ട് വേണമെങ്കിൽ ഒരു സംസ്ഥാനം തന്നെ വാങ്ങാമായിരുന്നു. ഒരു മഴ വന്നാൽ മാലിന്യ കൂമ്പാരമാകുന്ന ഇടമായി കേരളം മാറിക്കഴിഞ്ഞു. പൊടിച്ചു കളഞ്ഞ കോടികൾ ഇവിടുത്തെ സർക്കാരും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും കൂടി വീതം വെച്ചെടുത്തു. എന്നിട്ട് എല്ലാ വർഷവും മഴയെത്തും മുൻപേ കച്ചവടമുറപ്പിക്കും ഈ താപ്പാനകൾ എന്നുള്ളതാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ് എന്ന് പറഞ്ഞ മന്ത്രി പറയൂ, എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറയൂ. കുന്നുകൂടി കിടക്കുന്ന മാലിന്യ നിർമ്മാർജ്ജനം എന്തായി? എങ്ങുമെത്തിയില്ല. ഓട നിർമ്മാണവും വൃത്തിയാക്കലും എന്തായി? സ്ലാബുകളുടെ നിർമ്മാണവും മൂടികളിട്ട് കുഴികൾ അടയ്ക്കുന്ന സംവിധാനവും എവിടെ എത്തി? ഇതിനൊക്കെ ഉത്തരം പറയണം ആരോഗ്യമന്ത്രിയും തദ്ദേശ സ്വയംഭരണ മന്ത്രിയുമൊക്കെ മറുപടി നൽകേണ്ടതാണ്. ഇതിനൊക്കെ
ചാനലുകാരുടെ മൈക്കിന് മുൻപിൽ വീമ്പ് പറയുന്നത് ആകരുത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും മാലിന്യ നിർമ്മാർജ്ജനവും. കൂടാതെ കെടുകാര്യസ്ഥതയുടെ വിളനിലമായിട്ടുള്ള കോർപ്പറേഷൻ അധികാരികളും പ്രിയപ്പെട്ട മേയറും ഈ നഗരം അഭിമുഖീകരിക്കുന്ന നാറിയ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കേണ്ടതാണ് മഴ എത്തും മുൻപെങ്കിലും. ശുചീകരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ് എന്ന് വീമ്പ് പറയുന്നവർ ഇതിനുകൂടി മറുപടി തരണം. രാജ്യത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്തു കളഞ്ഞ കോളറ, ആ കോളറ എന്തുകൊണ്ട് വീണ്ടും നമ്മുടെ കേരളത്തിൽ തിരികെ എത്തിയെന്ന്. കേരളത്തിൽ ഈ വർഷം 2ാമത്തെ കോളറ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്ന് ആലപ്പുഴയിൽ തലവടി സ്വദേശിയായിട്ടുള്ള 48-കാരനായ TG രഘു എന്ന ആളാണ് ഇന്ന് മരിച്ചിരിക്കുന്നത്. 1996-ലാണ് കോളറ ബാധിച്ച ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടായത്. അക്കൊല്ലം ഓഗസ്റ്റിൽ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്കിന് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വിബ്രിയോ കോളറെ എന്ന ബാക്ടീരിയ ബാധിച്ച് മരിച്ചത് 29 പേരാണ്. പാലക്കാട് ജില്ലയിലും അന്ന് രോഗം ബാധിച്ചിരുന്നു. അന്ന് ഈ രണ്ടിടത്തുമായിട്ട് 60 പേരാണ് മരിച്ചത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ദിവസങ്ങൾക്ക് മുൻപ് 63 വയസ്സുകാരൻ കോളറ ബാധിച്ച് മരിച്ചതോടെയാണ് ജനങ്ങളുടെ ആശങ്കയും വർദ്ധിച്ചിരിക്കുന്നത് എന്നുള്ളത്. 8 വർഷത്തിന് ശേഷമാണ് സംസ്ഥാനത്ത് കോളറ മരണം അന്ന് സ്ഥിരീകരിക്കുന്നത്. ഇതാണ് ആശങ്ക ഉളവാക്കുന്ന കാര്യങ്ങൾ. കോടികൾ പൊടിച്ച് മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്നുവെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലാണ് വീണ്ടും കോളറ ഭീതി പരത്തുന്നത് എന്നുള്ളതാണ്. ഇതൊന്നും ഇവിടുത്തെ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും സർക്കാരുമൊന്നും കാണുന്നില്ലേ, അറിയുന്നില്ലേ? അതുകൊണ്ടൊരു കാര്യം ഉറപ്പാണ്, രാജ്യത്ത് ഡെങ്കിപ്പനി ബാധയും മരണവും ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് എന്ന സത്യം ഇനിയും തിരിച്ചറിയാത്തത് നമ്മുടെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും മാത്രമായിരിക്കും എന്ന് പറയേണ്ടിയിരിക്കുന്നു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ കാണിക്കുന്ന ഈ അഴിമതിയും കെടുകാര്യസ്ഥതയും കൂട്ടുകച്ചവടവുമാണ് കേരളത്തെ ഡെങ്കിപ്പനിയുടെയും കോളറയുടെയും മറ്റ് സാംക്രമിക രോഗങ്ങളുടെയും ഇടമാക്കിയും ഈറ്റില്ലമാക്കിയും മാറ്റുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.